ഒരാൾ 5 മിനിറ്റിൽ 600 മീറ്റർ സഞ്ചരിക്കുന്നു. അയാളുടെ വേഗത കിലോമീറ്റർ പ്രതി മണിക്കൂറായി എഴുതുക. നമുക്ക് സമയം തന്നിട്ട് 5 മിനിറ്റാണ്, ദൂരം തന്നിട്ട് 600 മീറ്ററാണ്. കാണേണ്ടത് വേഗതയാണ്. വേഗത കാണാൻ ദൂരം ബൈ സമയം. പക്ഷേ ദൂരം നമുക്ക് ഉത്തരം കിട്ടേണ്ടത് കിലോമീറ്റർ ആയിട്ട് കിട്ടണം. ഇവിടെ തന്നിരിക്കുന്നത് മീറ്ററാണ്. അപ്പം മീറ്ററിനെ നമ്മൾ കിലോമീറ്റർ ആക്കണം. മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഹരിക്കണം. മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 600/1000. നമുക്കിതിൽ 2 0 വെട്ടി കളഞ്ഞാൽ ബാക്കി 6/10 നമുക്ക് 2 കൊണ്ട് വെട്ടിച്ചെടുക്കുമ്പോൾ 3 2 6 2 10. ഇപ്പോൾ മീറ്റർ എന്നതുള്ളത് എന്തായി? കിലോമീറ്റർ എന്നായി. അപ്പോൾ നമുക്ക് വേഗത കിലോമീറ്റർ പ്രതി മണിക്കൂറായി കാണണം. അപ്പോൾ കിലോമീറ്ററിൻ്റെ കാര്യം ശരിയായി. ഇനി സമയം മണിക്കൂറാവണം. ഇവിടെ എന്താണ്? മിനിറ്റാണ്. മിനിറ്റിനെ നമ്മൾ മണിക്കൂറാക്കാൻ 60 കൊണ്ട് ഹരിക്കണം. മിനിറ്റിനെ മണിക്കൂറാക്കാൻ 60 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 5/60 5 കൊണ്ട് വെടിച്ചെടുക്കുമ്പോൾ 1 5 5 12 5 60 1/12. ഇപ്പം മിനിറ്റ് മാറി മണിക്കൂറായി. ഇനി നമുക്ക് സൂത്രവാക്യത്തിൽ വില കൊടുക്കുക. ദൂരം എത്രയാണ്? ദൂരം 3/5 കിലോമീറ്റർ. 3/5 കിലോമീറ്റർ ബൈ സമയം എത്രയാണ്? 1/12 മണിക്കൂർ. 1/12 മണിക്കൂർ. നമുക്ക് ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക? ഈ അംശം അതുപോലെ എഴുതുക. 3/5 ഇൻറ്റു എന്നിട്ടിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ ഇടുക. ഇതിൻ്റെ വിക്രമം, അതായത് അംശവും ഛേദവും പരസ്പരം മാറ്റിയിടുക. തിരിച്ചിടുമ്പോൾ 12/1 എന്ന് വരും. ഇനി യൂണിറ്റ് എന്താണ്? കിലോമീറ്റർ പ്രതി മണിക്കൂർ. നമുക്കിതിൽ വെട്ടിച്ചുരുക്കാൻ പറ്റില്ല. വെട്ടിച്ചുരുക്കാനൊന്നുമില്ല. 3 × 12 36/5 × 1 5. 36/5. നമുക്കിതിനെ 2 കൊണ്ട് അംശവും ഛേദവും ഗുണിച്ചു കഴിഞ്ഞാൽ 2 കൊണ്ട് അംശത്തിനെയും ഛേദത്തിനെയും ഗുണിക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? 72/10 എന്ന് വരും. അതായത് 10 കൊണ്ടുള്ള ഹരണം എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിനെ 5നെ 10 ആക്കി മാറ്റിയത്. അപ്പോൾ 2 കൊണ്ട് മുകളിലും താഴെയും ഗുണിച്ചു. 72/10 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ 1 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കും. അപ്പോൾ എന്താ കിട്ടുക? 7.2 യൂണിറ്റ് എന്താണ്? കിലോമീറ്റർ പ്രതി മണിക്കൂറാണ് അയാളുടെ വേഗത.